6 മണി മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ റഡാർ സംവിധാനം അടക്കമുള്ളവ സംഭവ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. 1-2 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു കാര്യം അറിയാൻ സാധിക്കും. ഏകദേശം 400 മീറ്ററോളമുള്ള മഡ് മാറ്റിക്കഴിഞ്ഞുവെന്നാണ് SP പറയുന്നത്. അർജുനെ കൂടാതെ മറ്റ് 1-2 പേർ കൂടി ഈ മണ്ണിനടിയിൽ പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതും ഇപ്പോൾ SP സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും 10 പേരെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് SP പറഞ്ഞിരിക്കുന്നത്. അതിൽ 3 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ അവരെയാണ് കണ്ടെത്താൻ കഴിയാത്തത്. ഇതിൽ ഒരാൾ ഇവിടെ അടുത്തുള്ള ഒരാളാണ്, ഒരാളെക്കുറിച്ച് അറിയില്ല, ഒരാൾ കേരളത്തിലുള്ള അർജുനാണ്. അത്തരത്തിൽ 3 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് SP പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അർജുൻ്റെ ബന്ധുക്കളെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് SPയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. അവരെ പോലീസ് വാഹനത്തിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. 2 പേരെയാണ് മനാഫ്, അതായത് ലോറിയുടെ ഉടമ മനാഫിനെയും അർജുനെയും ആണ് ഇപ്പോൾ അങ്ങോട്ട് കടത്തിവിടാനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ പോലീസിൻ്റെ വാഹനത്തിൽ തന്നെയാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതായത് ഈ റോഡിൻ്റെ ഒരു വശം ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 100 മീറ്ററോളം അകലെയാണെങ്കിൽ പോലും ഒരു വശം ഇപ്പോൾ പൂർണ്ണമായും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോറി നിൽക്കുന്ന GPS ലൊക്കേഷൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് റഡാർ സംവിധാനം അടക്കം ഇവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട NIT സംഘം അല്പസമയങ്ങൾക്കകം എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പരിശോധന ആരംഭിക്കാൻ കഴിയും. വീണ്ടും ഒരു ബ്രീഫിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി അഭിലാഷ്, ഈ NIT സംഘം അവിടെ എത്തി എന്നാണ് SP എന്നോട് ഇപ്പോൾ പറഞ്ഞത്. അവരവിടെ എത്തി, റഡാർ സംവിധാനം എത്തി, അവരെ പരിശോധന ആരംഭിച്ചിരിക്കുന്നുവെന്നാണ്. തീർച്ചയായിട്ടും ഈ റഡാർ സംവിധാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് എത്തിയിട്ട് അദ്ദേഹം അടുത്ത് തന്നെ ഉണ്ട് എന്നാണ്. അതായത് ഇതുമായുള്ള ബന്ധപ്പെട്ട പരിശോധനകൾ അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്തത്. ഏതായാലും അത്തരം നടപടികളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ 6 മണിക്ക് തന്നെ ഈ പരിശോധന തുടങ്ങി എന്നുള്ള അവകാശവാദം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. കാരണം 103ഓളം ഉദ്യോഗസ്ഥരാണ് ഈ ദുരന്ത നിവാരണ സമിതിയിലൊക്കെയുള്ള 103ഓളം ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഈ പരിശോധന ഒരു ഭാഗം റോഡിന്റെ ഒരു വശം. അതെ, തീർച്ചയായിട്ടും ഈ സമയത്താണ് ഇത് 9:15 കൂടിയാണ് അവർ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അവർ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 9:15 കൂടി അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് അവർ ഇപ്പോൾ തീർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അപകട മേഖലയാണ്. അതുകൊണ്ട് അവരുടെ കൂടി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് എന്നുള്ളതൊരു നേർചിത്രം കൂടിയാണ് അഭിലാഷ്. ഇത് സർക്കാർ ഓഫീസ് പോലെ 9 മണിയാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന മണ്ണിടിച്ചിൽ കഴിഞ്ഞ് 3 പേർ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. അതിനുശേഷം നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ റഡാർ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് പരിശോധന നടത്തുമെന്ന് പറയുക. എന്ത് സംവിധാനമാണ് അവിടെ എന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. 5 ദിവസങ്ങളായിരിക്കുന്നു 3 മനുഷ്യജീവനുകൾ ആ മണ്ണിനടിയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വേണ്ടത്ര ചൂടോടുകൂടി കേരള സർക്കാരും ഒപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും MP രാഘവനും ഒക്കെ ഇടപെട്ടതിന് ശേഷമാണ് ഈ അന്വേഷണത്തിനും തെരച്ചിലും തന്നെ വേഗം വരുന്നത്. റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ എത്തിക്കുന്നതെന്നാണ് ഇപ്പോൾ SP പറഞ്ഞത്.